ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യം നമ്മൾ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു. ഇപ്പോൾ ഇനി ടെക്സ്റ്റിൻ്റെ അനിമേഷൻ നോക്കാം. നമുക്ക് ഇന്ന അനിമേഷൻ കാണുന്ന ഈ ആരോ കാണിച്ചേക്കുന്ന അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് അനിമേഷൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ നോക്കാം. ഫെയ്ഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ അതിൻ്റെ സ്പീഡ് കുറയ്ക്കുക. ഇപ്പോൾ കിടക്കുന്ന 1-ലാണ്, 0.5 ആക്കുക, 1 ആക്കുക. അതിലും അങ്ങനെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അടുത്ത ഓപ്ഷൻ പോപ്പാണ്. പോപ്പിൻ്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടിയും കുറച്ചും ഇടാം. അപ്പോൾ ഞാൻ ഓരോരോ അനിമേഷൻ്റെ ഓരോരോ വേരിയേഷൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് എല്ലാവരും കാണുക. അതിനുശേഷം അടുത്ത അനിമേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് അനിമേഷൻ കഴിഞ്ഞ് നമുക്ക് അടുത്ത അനിമേഷനിലേക്ക് പോകാം. ഓവറാൾ അനിമേഷനാണ്. അതിൽ ബ്ലിങ്ക് ഷോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് പിന്നെ ഫ്ലിക്കറാണ്. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാവും. പൾസ് ഉണ്ട്, അങ്ങനെ ഓരോരോ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ എല്ലാ ഓപ്ഷനുകളും വേഗം കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു അനിമേഷൻ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ആ അനിമേഷൻ ഇടയ്ക്ക് വീഡിയോയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് വീഡിയോ ഇത്ര വിശദമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ അധികം സമയമില്ല, 10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാത്തിനെ കുറിച്ച് വിശദീകരണമായിട്ട് പറയും. അപ്പോൾ അടുത്ത ഓപ്ഷനാണ് ഔട്ട് അനിമേഷൻ. ഔട്ട് അനിമേഷനിൽ ഫെയ്ഡ്, സ്ലൈഡിൽ റൈറ്റ്, സ്ലൈഡർ ലെഫ്റ്റ്, അങ്ങനെ ഓരോരോ അനിമേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡിറ്റിങ്ങിന് വേണ്ടിയുള്ള സെറ്റപ്പുകളാണൊക്കെ ഉള്ളത്. വൈപ്പ് ലെഫ്റ്റ് ഉണ്ട്, വൈപ്പ് റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോരോ മൂവ്മെൻറ്റ്സ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അത് നമുക്ക് അതിൻ്റെ സ്പീഡ് കുറച്ചും കൂടി കൂട്ടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 0.5 ഓടിങ്ങി 1.5 വരെ സ്ലോയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഈ അനിമേഷനും നമുക്ക് നല്ല ഹെൽപ്ഫുള്ളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എക്സിറ്റ് സ്ലൈഡ് ഡൗൺ, എക്സിറ്റ് സ്ലൈഡ് അപ്പ് നമുക്ക് എൻഡിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണത്. അപ്പോൾ അത് ആ വീഡിയോയിൽ നമുക്ക് അവസാനം ചെയ്യാൻ പറ്റിയൊരു അനിമേഷനാണത്. പിന്നെ അടുത്തത് നമുക്ക് ആൽഫയാണ്. ആൽഫ ഓപ്പോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ ക്ലാരിറ്റി, അതായത് ലൈറ്റിങ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന ഒരു ഓപ്പോസിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യം വരുള്ളൂ. അപ്പോൾ അത് വേറെ വീഡിയോയിൽ ഞാൻ അതിൻ്റെ സെറ്റപ്പുകൾ കാണിച്ചു തരാം. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത അനിമേഷനിലേക്ക് പോവാം. അടുത്ത റൊട്ടേറ്റ് മിററിങ് ആണ്. അപ്പോൾ നമ്മളൊരു കണ്ണാടിയിൽ കാണുന്ന ഓപ്ഷനും പോലെയും നമുക്ക് ഇത് തിരിച്ചിടാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ
ഇനി വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ആനിമേഷൻസ് മാത്രം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ ടെക്സ്റ്റിൻ്റെ അനിമേഷനാണ് പ്രത്യേകം നമ്മൾ പഠിക്കേണ്ടത്. ടെക്സ്റ്റ് ക്ലാരിറ്റി വരുത്തുക, ടെക്സ്റ്റിന് ഭംഗി വരുത്തുക എന്നുള്ളതാണ് കൂടുതലായിട്ട്. പിന്നെ അടുത്തതുള്ളത് ബ്ലെൻഡിങ് ആണ്. ബ്ലെൻഡിങ്ങിൻ്റെ ഓപ്ഷൻ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, കാരണം ഈ വീഡിയോയിൽ നമുക്കത് പറയാൻ പറ്റില്ല. ഇനി വരുന്ന വീഡിയോകളിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ബ്ലെൻഡിങ്ങിൻ്റെ ഓപ്ഷൻ നമുക്ക് ഈ തവണ ഞങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ ഇനി വരുന്ന വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം. അത് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ ടെക്സ്റ്റ് ഓപ്ഷനാണ്. ടെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ പൊസിഷൻസ്, അതായത് പാരഗ്രാഫ് പൊസിഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാരഗ്രാഫ് പൊസിഷൻ എങ്ങനെ ആക്കാം, പിന്നെ അണ്ടർലൈൻ എങ്ങനെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് പാരഗ്രാഫ് പോലെ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ പാരഗ്രാഫ് ആയിട്ടില്ല, ഒരു സെറ്റ് ലെറ്ററും കൂടി ടൈപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് പാരഗ്രാഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഏകദേശം ഒരു പാരഗ്രാഫ് മോഡൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിൻ്റെ വ്യത്യസ്തത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഓരോരോ മൂവ്മെൻറ്റ്സ് മാറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മാർജിനായി, അടുത്ത് നടുക്കും, പിന്നെ റൈറ്റ് സൈഡിൽ മാർജിൻ, അപ്പും ഡൗൺ. നമുക്ക് അതിൻ്റെ സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലെങ്ത് ആണ്, ഗ്യാപ്പാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് അണ്ടർലൈൻ ചെയ്യുന്ന ഓപ്ഷനാണ് അടിയിലുള്ളത്, യു എന്ന് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്, കാരണം ഇനി വരുന്ന വീഡിയോയിലൊക്കെ അത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് നമുക്ക് ഓക്കെ ആക്കാം. നമുക്ക് ഇനി അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. ഒന്ന് സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് കാര്യം കഴിയുമ്പോൾ ഔട്ട്ലൈൻ, ടെക്സ്റ്റിൻ്റെ ഔട്ട്ലൈൻ വരുത്തുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ എനേബിൾ ആക്കി കൊടുക്കുക. അങ്ങനെ മാറ്റി ഇപ്പോൾ ഇങ്ങനെ മൂവ്മെൻ്റ് ആക്കിയാൽ മാറുന്നില്ല, കാരണം മുകളിൽ നമുക്ക് കളർ ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് കളർ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ സെലക്ട് ചെയ്യണം. ഞാൻ റെഡ് സെലക്ട് ചെയ്തപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് മാറി കാണാം, അതിൻ്റെ ലെങ്ത്ത് കൂടുന്നത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഒരു ലെറ്ററിന് ഭംഗി വരുത്തുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷൻ ഉണ്ട് ഇതുപോലെ ഒരു ടെക്സ്റ്റിൻ്റെ തന്നെ, ടെക്സ്റ്റിൻ്റെ ഷാഡോ ആണ്. ടെക്സ്റ്റിന് വരുന്ന ഷാഡോ ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കളർ സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തു. കളർ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഷാഡോ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാം. അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു കളർ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഷാഡോ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ അത് എനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മുകളിൽ കാണുന്ന ടിക്ക് ബട്ടൺ ഓക്കെ കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയിൽ ടെക്സ്റ്റ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ കഴിഞ്ഞ് പിന്നെ ഷാഡോ കഴിഞ്ഞ് ഇനി ഗ്ലോ ആണ്. ഗ്ലോവിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റെഡിൻ്റെ കൂടെ ഒരു ഗ്ലോ കൊടുക്കലാണ്. അപ്പോൾ അതിനും എനേബിൾ ആക്കിയിട്ട് മഞ്ഞ കളർ മാറ്റിയിട്ട് നമുക്ക് അവിടെ നീല കളർ കൊടുക്കാം. നീല കളർ കൊടുക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എനേബിൾ ആക്കി കൊടുക്കുമ്പോൾ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ആ ഒരു മൂവ്മെൻറ്റ്സ്. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയായി, ലെറ്റർ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ടെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് ഇത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്ലിക്ക് ചെയ്ത് റെഡിയാക്കിയാൽ മതി, കാരണം അത് ഫുള്ളായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കളറായി മാറുന്നതാണ്. കണ്ടാൽ മനസ്സിലാവും. ഫുൾ വിഡ്ത്ത് ബാക്ക്ഗ്രൗണ്ട് ടിക്ക് ഓടാക്കിയാൽ ഫുള്ളാവുന്ന കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലെറ്ററിങ് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ലെറ്ററിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയാക്കിയിട്ട് നമുക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്ത് അനിമേഷൻ കൊടുത്ത് അത് നല്ല ഭംഗിയാക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത മൂന്നാം ഭാഗം അടുത്ത് തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തണം. അപ്പോൾ ഞാൻ പുതിയതായിട്ട് ചെയ്യുന്ന വീഡിയോകളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.